പാലാ നഗരസഭയിൽ LDFനെയോ UDFനെയോ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം മാത്രമാവും തങ്ങൾ തീരുമാനമെടുക്കുകയെന്നും സ്വതന്ത്ര കൂട്ടായ്മയെ നയിക്കുന്ന അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇരുമുന്നണികളിലെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും വിശദമായ ചർച്ചകൾക്ക് തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടതായും ബിനു പറഞ്ഞു. പാലായിലെ നഗരസഭ ഭരണ നേതൃത്വം ആര് വേണമെന്നുള്ളൊരു തീരുമാനം പുളിക്കക്കണ്ടം ഫാമിലി ആശ്രയിച്ചാണെന്ന് പല മാധ്യമങ്ങളിലും ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇന്ന് കേൾക്കാനിടയായത് അല്ലെങ്കിൽ ഇന്ന് കാണാനിടയായത് വളരെ നിലപാടുകളെടുത്ത് വലിയ ഒരു കടുംപിടുത്തത്തോടെയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഒരു സത്യാവസ്ഥയുമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഞങ്ങൾ എല്ലാ മീഡിയയുമായിട്ട് ഞങ്ങൾ സമ്മതിച്ചപ്പോൾ അവരോട് ഞങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ചർച്ച തുടങ്ങിയിട്ടില്ല. ഈ നിമിഷം വരെ ഞങ്ങളോട് നേതാക്കന്മാർ, ഇരു മുന്നണികളിലെയും സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യം എന്നല്ലാതെ ആരോടും ഒരു ചർച്ചയോ ഒരു നിർദ്ദേശങ്ങൾ ചോദിക്കുകയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ഒന്നും ഞങ്ങൾ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. UDFൻ്റെ ഒരു പിന്തുണ വാർഡിൽ 3 വാർഡിലും ഉണ്ടായിരുന്നുവെന്ന് MLA ഇടയ്ക്ക് പറയുകയുണ്ടായി. അതുപോലെ തന്നെ LDFലെ പല നേതൃത്വവും മന്ത്രിമാരടക്കം നിങ്ങളുടെ ഒരു പിന്തുണയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏതിലേക്ക് പോകാനാണ് തീരുമാനം? അതോ ജനസഭ കഴിഞ്ഞിട്ടേ തീരുമാനം എടുക്കുന്നുള്ളൂ? ജനസഭയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനത് സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ വാർഡിൽ ഞങ്ങളോട് നിന്ന് പ്രവർത്തിച്ചവർ, ഞങ്ങൾ സമാന മനസ്കരായിട്ടുള്ളവർ, അവരുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ അഭിപ്രായം ഞങ്ങൾക്ക് ചോദിക്കണം. ഈ വർത്തമാന കാലത്തിൽ ഈ 4-5 ദിവസമായി നടന്നു വരുന്ന നിങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്ന ഓരോ വാർത്തകളും അവർ സാഹൂതം വീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ 3 പേർക്ക് ഈ വാർഡിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മുന്നണി നേതൃത്വത്തിന് കഴിയും, ഏത് മുന്നണിക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഏത് രാഷ്ട്രീയ കക്ഷിക്ക്, ഏത് മുന്നണിക്ക് സാധിക്കുമോ അവരെ സഹായിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. നമ്മൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏത് മുന്നണിയിൽ നിന്ന് ജയിച്ചാലും ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്ന വ്യക്തി ജയിച്ചതിന് ശേഷം ജനങ്ങളെ എല്ലാവരും ഒരുപോലെ ചേർത്ത് പിടിച്ച് രാഷ്ട്രീയം നോക്കാതെ പെരുമാറുന്ന ഒരു കൗൺസിലറായിരുന്നു ഇത്രയും കാലം. അപ്പോൾ ഒരു ചെയർമാൻ സ്ഥാനം ഉണ്ടായിരുന്നു. അത് രാവിലെ, അതായത് ചെയർമാൻ സ്ഥാനമാകുന്നത് അന്ന് രാവിലെ വരെ ബിനു പുളിക്കക്കണ്ടമാണെന്നാണ് മീഡിയ അടക്കം ചർച്ച ചെയ്യപ്പെട്ടത്. പെട്ടെന്നാണ് നേതൃത്വം ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ തീരുമാനിച്ച ഒരു കാര്യമാണ്. പക്ഷേ ജോസ് കെ മാണി എന്നൊരു വ്യക്തിയുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി അത് മാറ്റേണ്ടി വന്നു. അന്ന് വളരെ വാർത്തകളിലെല്ലാം അതൊരു വലിയൊരു സംഭവമായിട്ട് വിശദീകരിച്ചു വന്നു. ഈ ഒരു സമയം ബിനു പുളിക്കക്കണ്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ ഒരു തെളിയിക്കാനുള്ളൊരു സാഹചര്യമാണ് അല്ലേ? നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കൗൺസിലറാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഹിതമാണ് ഇനി UDFനൊപ്പം പോകേണ്ടതെന്നാണെങ്കിൽ അങ്ങനെ തന്നെ പോകും. അതോ ജനങ്ങളുടെ ഹിതം അതൊരു പ്രധാന കാര്യമാണ്. ഞാനത് സൂചിപ്പിച്ചല്ലോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അവരുടെ ചട്ടക്കൂടിലോ അല്ല ഞങ്ങൾ 3 പേരും മത്സരിച്ചത്. ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ടുമല്ല അവരോട് മത്സരിച്ചത്. ഞങ്ങൾ 3 ഇൻഡിവിജ്വൽ ആൾക്കാർ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന ലേബലിൽ ഒരേ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് തന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു കേവലം 21 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് അവർ കൊടുത്ത വലിയ അംഗീകാരം, അതുപോലെ എൻ്റെ സഹോദരന് കൊടുത്ത അംഗീകാരം, അത് എന്നിൽ ഏൽപ്പിച്ച വിശ്വാസം, അത് ഞങ്ങൾക്ക് പൂർണ്ണമായി കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ചെയർപേഴ്സൺ സ്ഥാനമോ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള സ്ഥാനങ്ങളിലെല്ലാം ഉപരിയായി ഞങ്ങൾക്ക് ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തന്നത് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളാണ്. അവരോടുള്ള സ്നേഹവും കടപ്പാടും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഏത് സ്ഥാനമാനങ്ങളും. ദിയ ഇത്തവണ ചെയർപേഴ്സൺ ആവുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സണാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് വരുന്നത്. എന്താണ് ദിയയ്ക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? അതൊക്കെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. അതിപ്പം സ്റ്റിൽ ഇൻ ഡിസ്കഷനാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരച്ഛൻ്റെ മകൾ, അതുപോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബം, അങ്ങനെ ഒരു ലേബലിൽ വരുമ്പം ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കും ദിയയെപ്പറ്റി. ആ ഒരു പ്രതീക്ഷകളെല്ലാം ദിയയ്ക്ക് സഫലമാക്കാൻ കഴിയട്ടെ. ബിജു ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് ഒരു ഇലക്ഷനെ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അതിൽ പരാജയപ്പെട്ടെങ്കിലും നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ? അപ്പോൾ ഇനി ഒരു കൗൺസിലറായിട്ട് തുടരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ? അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനൊരു ഐഡിയ ഉണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബിനുവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. നിങ്ങൾ സൂചിപ്പിച്ചു, ഞാനൊരു തവണ ഇലക്ഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ടു എന്ന്. അത് എൻ്റെ സഹോദരൻ ബിനുവിനോട് തന്നെയാണ് ഞാൻ പരാജയപ്പെട്ടത്. പക്ഷേ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നൊരു കാര്യം,
ബിനുവിൻ്റെ ആ രാഷ്ട്രീയം ആർക്കും മാതൃകയാക്കാവുന്ന, ജനങ്ങളോട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, അത് തീർച്ചയായിട്ടും ഒരു അനുകരണീയമായ ഒരു കാര്യമാണ്. അത് എനിക്കും മോക്കും തീർച്ചയായിട്ടും ബിനുവിൽ നിന്നും പലതും ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബിനുവിൻ്റെ സപ്പോർട്ട്, ബിനു ഞങ്ങളോടെ ഉള്ളത് ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിലും തീർച്ചയായിട്ടും സഹായകരമാവുമെന്ന ഉറച്ച വിശ്വാസമാണ്. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു ചെയർപേഴ്സൺ സ്ഥാനമാണ് ഇനി വരുന്നത്. കാരണം മീഡിയകളെല്ലാം ഒരുപോലെ നോക്കിയിരിക്കുകയാണ് ആരാണാവുക, നിങ്ങൾ ആർക്കൊപ്പം ആകും എന്നുള്ളത്. എന്തായാലും ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഈ ഞായറാഴ്ച നിങ്ങളുടെ ജനസഭ കഴിയുമ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.